RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ആര് മുത്തപ്പെടാൻ 2025-26 സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ആരായിരിക്കും മുത്തപ്പെടാന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 5 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. 3 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. 3 റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഓരോ ടീമിനും. അപ്പോൾ ഇതുവരെ ആഴ്സണൽ മാത്രമാണ് തോൽവി അറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടിരിക്കുന്നത്. 8 ടീമുകൾക്ക് നേരിട്ട് അടുത്ത റൗണ്ടിലേക്കും ബാക്കിയുള്ള ടീമുകൾക്ക് ക്വാളിഫയർ കളിച്ചും അതിനുശേഷം അവസാനം വരുന്ന ടീമുകൾ കുറച്ച് ടീമുകൾക്ക് എലിമിനേഷൻ ആയിട്ട് പുറത്തു പോവുകയും ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ടോപ്പ് 1, 2 ടീമുകളെല്ലാം ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുക. ആഴ്സണലും ബാഴ്സയൊക്കെ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നത്. അവർക്ക് സെമി ഫൈനലിൽ അവസാനിക്കായിരുന്നു അവരുടെ തേരോട്ടം. പക്ഷേ വിജയിച്ചത് ഈ 8-ലും ടോപ്പ് 8-ലുള്ള ടീമും ആയിരുന്നില്ല വിജയിച്ചത്. 16ാം സ്ഥാനത്തൊക്കെയാണ് ഫിനിഷ് ചെയ്ത് PSG ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. പക്ഷെ അവരാണ് ചാമ്പ്യൻസ് ലീഗ്. അതിനുശേഷം അവരുടെ ഓരോ പെർഫോമൻസും അത്രയും ഭയങ്കരമായിരുന്നു. അവസാനം ആഴ്സണലിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഫൈനലിൽ എത്തുന്നത്. ഫൈനലിൽ ഇന്റർ മിലാനിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് നേടിയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന കുറച്ച് കളികളെ കുറിച്ച് നമുക്ക് നോക്കിയാൽ ബെൻഫിക്കയും അജാക്സും തമ്മിലാണ് നടന്ന മത്സരം. ആദ്യ മത്സരം ബെൻഫിക്ക 2-0 വിജയിച്ചു. അജാക്സിന്റെ കാര്യം ഭയങ്കര മോശമാണ് ഈ സീസണിൽ. അജാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കിടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ ഇപ്പോൾ 5 റൗണ്ട് മത്സരങ്ങൾ ഏറ്റവും അവസാനം കിടക്കുന്നത്. അതിലും 16ഓളം ഗോളുകൾ വൈകിട്ട് ഒരു ഗോളെ തിരിച്ചടിക്കാൻ പറ്റും. പ്ലേയേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ഇവരുടെ ഈ ബറൂസിയ, അതേപോലെ അജാക്സ്, അതേപോലെ നെപ്പോളി, ഇങ്ങനെ കുറെ ടീമുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടീമുകളെ സെറ്റ് ചെയ്തിട്ട് ചെക്കന്മാരെ സെറ്റ് ചെയ്തിട്ട് അവരെ നല്ല വിലയ്ക്ക് മറ്റുള്ള ക്ലബിന് വിൽക്കലാണ് പരിപാടി. പക്ഷെ അജാക്സിന്റെ ഈ അടുത്ത കാലത്തുള്ള പെർഫോമൻസ് ഭയങ്കര മോശമാണ്. ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ വെച്ച് എത്തിയതാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ്. മറ്റൊരു ഇമ്പോർട്ടന്റ് മത്സരം നടന്നത് ചെൽസി വേഴ്സസ് ബാഴ്സലോണയും 3-0 പരാജയപ്പെടുത്തിയിട്ട് ചെൽസി അവരുടെ തേരോട്ടം തുടരുകയാണ്. ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം അറോഹന്റെ റെഡ് കാർഡോടുകൂടി കളിയൊക്കെ തിരിയാണ്. സെക്കൻഡ് ഹാഫിൽ ചെൽസിയുടെ ഡൊമിനേഷൻ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തൊരു വീഡിയോ പോയി കാണാം. അപ്പോൾ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബറൂസിയ വില്ലാറലിനെ 4-0 പരാജയപ്പെടുത്തി. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി 2-0 ലെവർകൂസനായിട്ട് പരാജയപ്പെട്ടാണ്. പെപ്പിന്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ഈ സീസണും കഴിഞ്ഞ സീസണും അത്രയും മോശമായിരുന്നു. അതിനുശേഷം ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് ഒന്ന് കയറി വരികയാണ്, ചച്ച പിടിച്ച് വരികയാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ബയൺ ലെവർകൂസനായിട്ട് കാലിടറുണ്ട്. 2-0 പരാജയം. ഒരു രക്ഷയില്ലാത്ത കളിയൊന്നും. ഡിഫൻസും അതേപോലെ മിഡ്ഫീൽഡും കാര്യങ്ങളൊക്കെ ലെവർകൂസന്റെ ഷാവി അവിടെ നിന്ന് വിട്ടുപോയ ശേഷം ഒന്ന് പരുങ്ങലിലായിരുന്നു. പക്ഷെ അവര് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്തൊരു മത്സരം നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡും ഒളിമ്പിക്കോ അവരും തമ്മിലുള്ള മത്സരത്തിൽ 2-1 മാഴ്സി വിജയിച്ചിരിക്കുകയാണ്. അതിനുശേഷം നെപ്പോളി 2-0 വിജയിച്ചു. അതിനുശേഷം കോപ്പ ഹാഗൻ 3-2 വിജയിച്ചു. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് മത്സരം നടന്നത് PSG വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അതിനുശേഷം ക്ലബ് ബർഗും അതേപോലെ സ്പോർട്ടിംഗ് CP നടന്നത്. സ്പോർട്ടിംഗ് CP 3-0 ജയിച്ചു. PSG 5-3 ടോട്ടൻഹാമായിട്ട് ജയിച്ചത്. തുടക്കം ടോട്ടൻഹാമാണ് സ്കോർ ചെയ്തത്, ഒരു ഗോളിന് ലീഡ് നേടി, പിന്നെ സമനില നേടുന്നു PSG. പിന്നെ വീണ്ടും ടോട്ടൻഹാം ലീഡ് നേടുന്നു, പിന്നെ സമനില നേടുന്നു, പിന്നെ അങ്ങോട്ട് 5 ഗോൾ അടിച്ചു കൂട്ടിയത് 5-3 വിജയമാണ് അവർ സ്വന്തമാക്കിയത്. PSG സെക്കൻഡ് ഹാഫിൽ കുറച്ച് കത്തിക്കയറി. വിക്ടിന എന്ന് പറയുന്ന മിഡ്ഫീൽഡർ മജിഷ്യൻ 3 ഗോൾ ഹാട്രിക് അടിക്കണം. ഒരു പെനാൽറ്റി അടക്കം ഹാട്രിക് ചാൻസ്. ആ പെനാൽറ്റിക്ക് വഴിയൊരുക്കിയതും ഇങ്ങയുടെ ഒരു കിക്ക് തന്നെയാണ് ബോക്സിലേക്ക്. അത് ടോട്ടൻഹാമിന്റെ ഡിഫൻഡറുടെ കയ്യിൽ തട്ടിയിട്ടാണ് പെനാൽറ്റി വിധിക്കുന്നത്. വിറ്റിന് അങ്ങനെ ഹാട്രിക് നേടിയിരിക്കുകയാണ്. അപ്പൊ PSG കുറച്ച് ഗോളുകളൊക്കെ വഴങ്ങുന്ന കാര്യത്തിൽ ഈ സീസണിൽ കുറച്ച് ഇതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നല്ല ഗോൾ വഴങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. PSG എതിരെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ PSG അങ്ങനെ 3 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്കാസും റയൽ മഡ്രിഡും തമ്മിലുള്ള മത്സരമാണ്. മത്സരം അവസാനിച്ചപ്പോൾ 3-4 വിജയിച്ച്. ഏറ്റവും ചുരുങ്ങിയ സാലയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ ഹാട്രിക് അടിച്ചത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പ ഈ സീസണിൽ അവിസ്മരണീയമായ ഒരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചു കൂട്ടാണ്. റയൽ മഡ്രിഡിന് വേണ്ടി ലാ ലീഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 ഗോളുമായിട്ട് ടോപ്പ് സ്കോറായിട്ടാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിൽക്കുന്നത്. അതേപോലെ ലാ ലീഗിലും ടോപ്പ് സ്കോറിലാണ് നിൽക്കുന്നത്. 13 ഗോളൊക്കെ ആയി. ഈ ഒരു സീസണിൽ തന്നെ ഒരുപാട് 20ന്റെ മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. 3 അസിസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട്. 24 ഗോളുകൾ എന്താ അടിച്ചു കൂട്ടി ടോട്ടല്. അപ്പോൾ എംബാപ്പയുടെ ഒറ്റ ഇതിലാണ് അവർ ഈ ലെവലിലെത്തിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ കളി അവസാനിച്ചപ്പോൾ ഒളിമ്പിക്കാസിന്റെ ഹോം ഗ്രൗണ്ട് നടന്ന മത്സരത്തിൽ 3-4 അവർ സെക്കൻഡ് ഹാഫിൽ നല്ല പൊരുതിയിട്ടുണ്ട്. ഒളിമ്പിക്കാസാണ് ഫസ്റ്റ് സ്കോർ ചെയ്യുന്ന റയലിനെതിരെ. പിന്നെ റയൽ 3 ഗോളുകൾ 4 ഗോളുകൾ അടിച്ചു കൂട്ടുകയാണ്. ഹാട്രിക് അടക്കം ഫസ്റ്റ് ഹാഫിൽ തന്നെ റയൽ മഡ്രിഡ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒളിമ്പിക്കാസ് പൊരുതി അവർ ആ ഒരു സ്കോർ ലൈനിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ കാണികളുടെ മുമ്പിൽ റയൽ മഡ്രിഡിനെ 3-4 പരാജയപ്പെട്ടൊക്കെ ശരിയായിരിക്കും. പക്ഷേ റയൽ സെക്കൻഡ് ഹാഫിൽ ഗോൾ കൺസിഡർ ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സാബിയും വിനീഷ്യസ് ജൂനിയറും അതേപോലെ റയലിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്.
ഒളിമ്പിക്കാസ് ആയിട്ടാണ്. ഇനി അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് അടുത്ത ഒരു മത്സരം. രണ്ട് ടീമുകൾക്ക് എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി തോറ്റിട്ടാണ് വരുന്നത്, അവർക്ക് ജയിച്ചേ പറ്റൂ. റയൽ മാഡ്രിഡിനും വിജയം അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കടുത്ത മത്സരമുണ്ട്. സാബിയും വിനീഷ്യസ് ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സാബിയുടെ ഒരു കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് കളിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിലെ പ്ലേയേഴ്സിന് ഒരു ആധിപത്യമില്ലാതെ ഹോൾ ടീമായിട്ട് കളിക്കാനാണ്. സാബി എന്താണ് ലെവർകുസനിൽ നടത്തിയത് ആ ഒരു പരിപാടി തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. പക്ഷെ വമ്പൻ ക്ലബ്ബുകളിൽ താരമൂല്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഓരോ കളിക്കാരെ അവർ ഇത്രയും പൊന്നും വില കൊടുത്ത് സൈൻ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ ഇവർക്ക് അവിടെയുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയർക്കുള്ള പ്രൗഡി, അതേപോലെ അവരുടെ ജേഴ്സി, അവരുടെ ഫാൻ ബേസ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാവിയുടെ ഈ ഇംപ്ലിമെന്റേഷൻ അധികകാലം നീളും തോന്നുന്നില്ല. ഒന്നില്ലെങ്കിൽ സാവി ടീമംഗങ്ങളുടെ റൂട്ടിലേക്ക് വരണം, അല്ല ടീമംഗങ്ങൾ സാവിയുടെ റൂട്ടിൽ പോകണം. അല്ലെങ്കിൽ ചില ടീമംഗങ്ങൾ ടീം വിട്ടു പോകേണ്ടി വരും. ക്ലബിനേക്കാളും വലുതല്ല എന്നാണ് ടീമുകൾ നോക്കുക. അപ്പോൾ ആ ഒരു പ്ലെയേഴ്സിനെയൊക്കെ ചിലപ്പോൾ വിൽക്കാൻ റയൽ മാഡ്രിഡ് ഈ ജനുവരി ട്രാൻസ്ഫർ നടക്കും. അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഇല്ലെങ്കിൽ സാവിക്ക് ഈ സീസണോടുകൂടി ചിലപ്പോൾ ഇവിടെ പറയേണ്ടി വരും. പെർഫോമൻസ് നന്നായിട്ടില്ലെങ്കിൽ പ്ലെയേഴ്സ് തന്നെയാണ് അവിടെ ജയിക്കുക. അപ്പോൾ എംബാപ്പെ എന്തായാലും സാവിയുടെ കീഴിൽ മിന്നും ഫോമിലാണ്. റോഡ്രിഗോയും വിനീഷ്യസും അതേപോലെ ബെല്ലിംഗ്ഹാം, അങ്ങനെ കുറച്ച് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ സാബിയുടെ ഈ റൊട്ടേഷൻ പോളിസിയാണ് പലർക്കും ബാൽവെർഡെ അങ്ങനെയുള്ള നല്ല കഴിഞ്ഞ വർഷം അഞ്ചലോട്ടിയുടെ കീഴിൽ ഫുൾ ടൈം കളിച്ച പ്ലെയേഴ്സിനൊന്നും പ്രാവശ്യം അധികം കളിക്കാനില്ല. എന്താ റൊട്ടേഷൻ നടത്തിക്കൂടാ, അത് കൂടാറിനൊക്കെ നല്ല ചാൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അഞ്ചലോട്ടി അതിനനുവദിച്ചിട്ടുണ്ടായില്ല, അതിന് അനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും റയൽ മാഡ്രിഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പ്ലെയേഴ്സ് മാത്രം. ഇന്നലെ അടിച്ചിട്ടുള്ള എംബാപ്പെ മാത്രമേ ഗോൾ അടിച്ചിട്ടും അവർ 3 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ ഫ്രാങ്ക്ഫോർട്ടും അറ്റൻഡയും കൂടെ അറ്റൻഡ 3-0 വിജയിച്ചു. അതേപോലെ അടുത്തെടുത്ത് പറയേണ്ട ഒരു മത്സരം ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയിട്ട് കൊന്നിട്ട് വന്നിരിക്കുകയാണ് പി എസ് വി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ഒന്നും പറയാനില്ല മക്കളെ. എന്താ കളി എന്നറിയും. ഞാനൊന്നും ഒട്ടും പ്രതീക്ഷയില്ല ആ ഒരു കളി മിസ്. അത് ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയിട്ട്, ആൻഫീൽഡൊന്നും ഇപ്പോൾ ആർക്കും ഒരു പേടിയില്ലാണ്ടായി. മുമ്പ് എന്ന് പറഞ്ഞാൽ ആൻഫീൽഡിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും പേടിയാണ്. ഒരുപാട് എക്സാമ്പിളുകൾ നടന്നിട്ടുണ്ട്. ബാഴ്സലോണയൊക്കെ അതിന് അനുഭവിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ആൻഫീൽഡിൽ പോയിട്ട് 4 ഗോളിന്റെ ലീഡൊക്കെ എടുത്തിട്ട് ആൻഫീൽഡിൽ പോയിട്ട് അതിന് മറികടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലിവർപൂളിന്റെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാൽട്ടനെ സാക്ക് ചെയ്തുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് മാറണമെങ്കിൽ അവര് പുതിയ സൈൻ ചെയ്ത പ്ലേയേഴ്സും പഴയ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് സലാ, മാക്കലിസ്റ്റർ, അതേപോലെ അവിടെ പഴയ പ്ലേയേഴ്സ്, ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പഴയ പ്ലേയേഴ്സും ഇപ്പൊ പുതിയതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഇസാക്കും എക്കോക്കും അതേപോലെ അങ്ങനെയുള്ള പുതിയ ടാലന്റഡ് അവരൊക്കെ ആ ഒരു ടീമായിട്ടുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയില്ലെങ്കിൽ ലിവർപൂള് ഈ സീസണിൽ ഇതിനേക്കാളും മോശമുള്ള പെർഫോമൻസ് ആയിട്ട് ഈ സീസണിൽ ഒരുപാട് ഗോളുകൾ, ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയിട്ടുള്ള ടീം ലിവർപൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലിവർപൂള് ഇത് സാൾട്ടിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് ടീം ബിൽഡ് ചെയ്തിട്ട് ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തണം. ആ ഒരു പുതിയ സൈനികങ്ങളും പഴയ സൈനികങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ആവണം. മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ അനുഭവിച്ചത് ഈ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ സീസണിൽ അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരികയാണ്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും അവർ ആ ഒരു ഫിൽ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നാണംകെട്ട തോൽവി മാറിയിട്ടിരിക്കുകയാണ്. അതേപോലെ അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി 2-1. 90-ാം മിനിറ്റിൽ ഗ്രേസ്മാന്റെ ഗോളിലൂടെയാണ് ഇവർ ലീഡ് നേടിയിട്ട് വിജയിക്കുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ട ഒരു 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുക. അടുത്ത മത്സരം ആഴ്സണൽ വേഴ്സസ് ബയൺ മ്യൂണിക്കാണ്. അടിപൊളി മത്സരമായിരുന്നു. ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ബയൺ മ്യൂണിക്ക് ഫസ്റ്റ് ഒന്ന് വിചാരിച്ചു നമുക്ക് ഇവിടെ തകർക്കാന്ന്. പക്ഷെ 10-15 മിനിറ്റ് അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുത്തു. അതിനുശേഷം ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ ഗണ്ണേഴ്സിന്റെ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു. അവര് ബീരങ്കി എടുത്ത് ഇങ്ങനെ ബയൺ മ്യൂണിക്കിന്റെ കാളക്കൂറ്റന്മാരങ്ങനെ വെടിവെച്ച് വീഴ്ത്തുന്നല്ല, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും നല്ല ഇതുവരെ തോൽവി അറിയാത്ത 3 ടീമുകളാണ് ഇന്റർ മിലാനും ബയൺ മ്യൂണിക്കും അതേപോലെ ആഴ്സണലും. അപ്പോൾ ബയൺ മ്യൂണിക്കും ആഴ്സണലും കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും ഈ സീസണിൽ ഫൈനലിലെത്താൻ അല്ലെങ്കിൽ സെമി ഫൈനലിലെത്താൻ യോഗ്യതയുള്ള 2 ടീമുകളാണ് ബയൺ മ്യൂണിക് ആഴ്സണൽ. എന്താ പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ പോവുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവർ രണ്ടാളും ഒരാളുടെ ഫൈനലോ സെമി ഫൈനലോ എന്തായാലും രണ്ടാളും ഉണ്ടാവും. അവിടെ നിന്നായിരിക്കും പിന്നെ ഫൈനൽ ബർത്തിലേക്ക്. എൻ്റെ ഒരു ചാൻസ് പറയുകയാണെങ്കിൽ ആഴ്സണലാണ് കുറച്ചുകൂടെ. പക്ഷേ ആഴ്സണൽ അവസാനം എന്ത് കാട്ടുമെന്ന് എനിക്കറിയില്ല. സ്കോട്ട് ഡെപ്തിലും എല്ലാ പ്ലേയേഴ്സിന്റെ കാര്യത്തിലും അതേപോലെ ബാക്കപ്പും എല്ലാ കാര്യത്തിലും ആഴ്സണൽ സീസണിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഗോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യത്തിൽ ഇവർ ഭയങ്കര ഇതിലാണ്. അതേപോലെ സെറ്റ് പീസുകളൊക്കെ മോശം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കളിയിൽ സെറ്റ് പീസിന്റെ കളിയായിരുന്നു, അതിൽ തന്നെ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയിട്ട് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പാണ്. 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 15 പോയിന്റുമായിട്ട് ആഴ്സണലാണ് ടോപ്പിലുള്ളത്. ഞാൻ ആഴ്സണൽ വേഴ്സസ് ബയൺ മ്യൂണിക്ക് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കപ്പ് ചാമ്പ്യൻസ് ലീഗ് നേടാൻ ചാൻസ് ഉള്ള 2 ടീമുകളാണ് ബയൺ മ്യൂണിക്ക് ആൻഡ് ആഴ്സണൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് ടീമായിരിക്കും ചാമ്പ്യൻസ് ലീഗ് പ്രാവശ്യം നേടുക എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.